ശ്രീ മഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 20. അധോരു പുണ്യേ മധുരാപുരേ തു വിഭൂഷിതേ മൗക്തികമാലികാഭി ശ്രീദേവകീ ശൗരി വിവാഹരംഗേ സർവൈഃ ശ്രുതം വ്യോമപജസ്ഫുടാർത്ഥം. ഭൂമിയുടെ ഭാരം തീർക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു യാദവകുലത്തിൽ അവതരിക്കുവാൻ തയ്യാറെടുക്കുന്നു. അതാണ് മുൻ ദശകത്തിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ ഭഗവാൻ അവതരിക്കുമെന്ന് സാക്ഷാൽ ജഗദംബിക തന്നെ ബ്രഹ്മാദി ദേവന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അവരെല്ലാവരും മടങ്ങി. തുടർന്ന് ഭൂമിയിൽ നടക്കുന്ന സംഗതികളെ വർണ്ണിക്കുകയാണ്. മധുരാപുരിയിൽ ദേവകീ വസുദേവന്മാരുടെ വിവാഹം നടന്നു. അനേകം ജനങ്ങൾ അതിൽ പങ്കെടുത്തു. വിവാഹം കഴിഞ്ഞ് ഈ വധൂവരന്മാരെ വരന്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന വേളയിൽ ദേവകീ വസുദേവന്മാർ സഞ്ചരിക്കുന്നതായ തേര് തെളിക്കുന്നത് കംസൻ തന്നെയാണ്. തൻ്റെ സഹോദരിയോടുള്ള ആ ഒരു സ്നേഹാധിക്യം കൊണ്ട് താൻ തന്നെ തേര് തെളിക്കാമെന്ന് നിശ്ചയിച്ച് കംസൻ അവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന വേളയിൽ പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ്. ആരാണ് പറയുന്നത് എന്ന് അറിയില്ല. ശബ്ദം മാത്രം അങ്ങനെ മുഴങ്ങി കേൾക്കാം. അവേഹി ഭോ ദേവകനന്ദനായ സുതോഷ്ടമ കംസ തവാന്തകസ്യാൽ ശുത്വേദിതാം ഹന്തുമസിം ദധാന കംസോ നിരുദ്ധോ വസുദേവമുഖ്യൈ. ആ ശരീരി ഇപ്രകാരമായിരുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ നിഗ്രഹിക്കും എന്നാണ്. ഇത് കേൾക്കുന്നതായ കംസൻ തനിക്ക് രക്ഷപ്പെടുവാൻ തൻ്റെ സഹോദരിയായിട്ടുള്ള ദേവകിയെ നിഗ്രഹിക്കുക എന്നത് മാത്രമാണ് ഒരു ഉപായം. എന്നാൽ അത് ചെയ്യാൻ പാടുണ്ടോ? പക്ഷേ ആത്മരക്ഷയാണ് മറ്റേതിനേക്കാളും വലുത്. സഹോദരിയെ കൊന്നിട്ടാണെങ്കിൽ കൂടി ആത്മരക്ഷ ചെയ്യണം എന്നെല്ലാം ആലോചിച്ചുകൊണ്ടാണ് കംസൻ ദേവകീ ദേവിയെ നിഗ്രഹിക്കാൻ വേണ്ടി തൻ്റെ ഉറയിൽ നിന്നും വാള് ഊരി കയ്യിൽ എടുക്കുകയാണ്. അത് കണ്ട് വസുദേവൻ വേഗം തന്നെ കംസനെ തടഞ്ഞു. കംസനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അഥാഹ ശൗരി ശൃണു കംസ പുത്രാൻ ദദാമി തേ സ്യാഹ ശപഥം കരോമി ഏതദ് വചോ മേ വിഭിചര്യതേ ചേൻ മത്പൂർവജാതാ നരകേ പതന്തു. കംസനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വസുദേവൻ എല്ലാവരും കേൾക്കെ തന്നെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ദേവകിക്ക് ജനിക്കാൻ പോകുന്ന പുത്രന്മാരെയെല്ലാം ഞാൻ കംസന് നൽകാം. ഈ വാക്ക് ഞാൻ പാലിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ പൂർവീകർ കുംഭീപാക നരകത്തിൽ പതിച്ചുകൊള്ളട്ടെ എന്നിങ്ങനെയാണ് വസുദേവൻ കംസന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തത്. ശ്രദ്ധായ ശൗരേർവചനം പ്രശാന്ത സ്ഥാം ദേവകിം ഭോജപതിർമുമോജ സർവേ ചതുഷ്ടായ തവോ നഗര്യാം തൗ ദമ്പതീ ചോഷതുരാത്തമോദം.
വസുദേവൻ സത്യസന്ധനാണ് എന്ന് അറിയുന്ന കംസൻ ദേവകിക്ക് ജനിക്കുന്ന പുത്രന്മാരെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് തൽക്കാലം ദേവകിയെ, തൻ്റെ സഹോദരിയെ നിഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്ന് കംസൻ ദേവകിയെ വിട്ടയച്ചു. ദേവകി വസുദേവന്മാരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. കാലേ സതി പുത്രമസൂത താത കംസായ നിശങ്കമതാൽ സുതം തുസ്വം ഹന്തായ നമേ ഹന്താനമേയം ശിശിരുത്യുദീര്യ തം പ്രത്യദാൽ ഭോജപതിശ്ച തസ്മൈ. ദേവകി വസുദേവന്മാർക്ക് ജനിച്ച ആദ്യപുത്രനെ വസുദേവൻ കംസന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കംസൻ ആ ശരീരവാക്ക് ഓർത്തു. വസുദേവന്റെ സത്യസന്ധത കംസന് ബോധ്യപ്പെട്ടു. എന്നാൽ തൽക്കാലം ആ കുട്ടിയെ മടക്കി കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത് കംസൻ. കാരണം ദേവകിയുടെ 8ാമത്തെ ശിശുവാണ് തൻ്റെ ഹന്താവായി വരാൻ പോകുന്നത് എന്നിരിക്കെ എന്തിനാണ് ഈ കുട്ടിയെ താൻ നിഗ്രഹിക്കുന്നത്? അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് ആ കുട്ടിയെ വസുദേവന് തന്നെ മടക്കി കൊടുത്ത് അയക്കുകയാണ്. അഥാശു ഭൂഭാരവിനാശനാഖ്യ ത്വന്നാടക പ്രേക്ഷണ കൗതുകേന ശ്രീനാരദ സർവവിദേത്യ കംസമദൃശ്യഹാസം സകലം ജഗാദ. വസുദേവൻ ഈ ശിശുവിനെ മടക്കി കൊണ്ടുവന്നു. എന്നാൽ അധികം താമസിയാതെ ശ്രീനാരദ മഹർഷി കംസന്റെ അടുത്തെത്തിച്ചേരുകയാണ്. വസുദേവരുടെയും ദേവകിയുടെയും അവർക്ക് ജനിക്കാൻ പോകുന്ന പുത്രന്മാരുടെയും എല്ലാം പൂർവജന്മ കഥകളെ അറിയുന്ന ആളാണ് ശ്രീനാരദൻ. ഇപ്പോൾ ഇവിടെ സാക്ഷാൽ ജഗദംബിക തന്നെ ആസൂത്രണം ചെയ്തതായ ഈ ഒരു ലീല, ഭൂഭാരനാശനം എന്ന ഈ നാടകം, ഈ ലീല, അത് വേഗം തന്നെ തനിക്ക് കാണണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, പുറമേക്ക് ഗൗരവം ഭാവിച്ചുകൊണ്ട് നാരദ മഹർഷി കംസനോട് പറയാൻ ആരംഭിക്കുകയാണ്. ത്വം ഭൂപ ദൈത്യ ഖലു കാലനേ മിർച്ചകൽ പ്രസിദ്ധോ ഹരിണാഹദശ്ച തതോത്ര ജാതോസി സുരാഹരിശ്ച ത്വാം ഹന്തുമിച്ഛന്ത്യധുനാപി ശത്രും. നാരദ മഹർഷി കംസനെ ബോധിപ്പിക്കുകയാണ്. ഈ കംസൻ പൂർവജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്നു. ഒരു യുദ്ധത്തിൽ മഹാവിഷ്ണുവിനാൽ കാലനേമി കൊല്ലപ്പെടുകയാണ്. ഇപ്പോൾ ഉഗ്രസേനന്റെ പുത്രനായി യദുവംശത്തിൽ വന്ന് ജനിച്ചു. എന്നാൽ ദേവന്മാരും എല്ലാവരും കംസനെ കാണുന്നത് ശത്രുവായിട്ടാണ്. അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. കംസൻ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദേവാന്മാർ. ദേവാസ്തദർത്ഥം നരരൂപിണോത്ര പ്രജേ ച ജാതാ വസുദേവമുഖ്യ നന്ദാദയശ്ച ത്രിദശാ ഇമേന വിശ്രംഭണീയാന ച ബാന്ധവാസ്തേ. കംസനെ കൊല്ലാൻ വേണ്ടി, കംസ നിഗ്രഹത്തിനായി ദേവന്മാർ ഒരുക്കങ്ങളെ ആരംഭിച്ചു കഴിഞ്ഞു. ദേവന്മാർ തന്നെ മനുഷ്യവേഷത്തിൽ പലയിടങ്ങളിലായി ശരീരത്തെ സ്വീകരിച്ചു.
മധുരയിലും യാദവവംശത്തിലും ഗോകുലത്തിലും ഒക്കെ ദേവന്മാർ പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ ശരീരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. യദുവംശത്തിൽ തന്നെ കംസന്റെ ബന്ധുക്കളായി പലരും ഉണ്ട്. അവരൊക്കെ ദേവാംശങ്ങളാണ്, വസുദേവനെ പോലെയുള്ളവർ. ഗോകുലത്തിൽ നന്ദഗോപാദികളും പ്രത്യക്ഷത്തിൽ കംസന്റെ സുഹൃത്തുക്കളാണ് എന്ന് തോന്നുമെങ്കിലും വസുദേവൻ ഉൾപ്പെടുന്നതായ യാദവന്മാരും നന്ദഗോപർ ഉൾപ്പെടുന്നതായ ഗോപന്മാരും കംസന്റെ ബന്ധുക്കളല്ല. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കരുത്, അവർ ദേവാംശങ്ങളാണ് എന്നൊക്കെയുള്ള സംഗതിയെ നാരദ മഹർഷി ഇവിടെ കംസന് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. ത്വം വ്യോമവാണിം സ്മര ദേവകസ്യ പുത്ര്യാ സുദേഷ്വഷ്ടമതാം ഗതസൻ സത്വാം നിഹന്താ ഹരിരേവ ശത്രുരൽപോപി നോപേക്ഷ്യ ഇതീത്യതേഹി. ദേവകീ വസുദേവന്മാരുടെ വിവാഹ സന്ദർഭത്തിൽ എല്ലാവരും കേട്ടതായ അശരീരി അതിനെ ഒരിക്കൽ കൂടി നാരദ മഹർഷി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ എൻ്റെ അന്തകനായിത്തീരും. ആ 8ാമനായി വരുന്നത് മഹാവിഷ്ണു തന്നെയാണ്. കംസന് മഹാവിഷ്ണുവിനോട് ജന്മാന്തര ശത്രുത്വം ഉണ്ടല്ലോ. അപ്പോൾ ആ ശത്രു അല്പനായിരിക്കാമെങ്കിലും എപ്പോഴും പരിഗണനീയനാണ്. ഒരു ഉപേക്ഷാ മനോഭാവത്തോടുകൂടി ഒരിക്കലും ശത്രുവിനെ നേരിടരുത്, ശത്രുവിനെ വെറുതെ വിടരുത്. അങ്ങ് വസുദേവരുടെ ആദ്യപുത്രനെ മടക്കി അയച്ചത് ശരിയായില്ല എന്നാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. സർവാത്മജാനാം നൃപമേളനേസ്യ സർവേഷ്ടമാ സ്യു പ്രഥമേ ച സർവേ മായാവിനം വിദ്ധി ഹരിം സദേതി ഗതേ മുനൗ ക്രോധമിയായ കംസ. അശരീരി വാക്കനുസരിച്ച് ദേവകീ പുത്രനാണ് കംസനെ നിഗ്രഹിക്കാൻ വരുന്നത്. ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദേവകിയുടെ ശിശുവിനെ അങ്ങ് മടക്കി അയച്ചത്? ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ ശത്രുവായി വരുന്നത് എന്നിരിക്കെ ആദ്യപുത്രനെ എന്തിനു നിഗ്രഹിക്കണം? ഇങ്ങനെയാണ് താങ്കൾ ആലോചിക്കുന്നത് എങ്കിൽ ഈ ഒരു ചിന്തയും അസ്ഥാനത്താണ് എന്ന് നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുകയാണ്. 8 പുത്രന്മാർ ജനിച്ചു എന്ന് കരുതുക. അങ്ങനെ 8 പുത്രന്മാർ ജനിച്ചു, അവർ വളരുന്നു എങ്കിൽ ഈ 8 പേരിൽ ആരെ വേണമെങ്കിലും 1ാമനായിട്ടും 8ാമനായിട്ടും കണക്കാക്കാം. ദേവകിക്ക് ഇപ്പോൾ ജനിച്ച ആ പുത്രനും 8ാമനാവാൻ പാടില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പ്രത്യേകിച്ചും മഹാവിഷ്ണു മായാവിയാണ്, സൂത്രശാലിയാണ്. ദേവന്മാരുടെ മായ വാസ്തവത്തിൽ അങ്ങയെ മോഹിപ്പിച്ചിരിക്കുകയാണ് എന്നെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടാണ് ശ്രീനാരദ മഹർഷി മടങ്ങിപ്പോകുന്നത്. അത് കേൾക്കുന്നതോടുകൂടി കംസന്റെ ഉള്ളിൽ ക്രോധം വളരുകയാണ്. മഹാവിഷ്ണുവിനോടുള്ള ശത്രുത അത് വസുദേവരോടും യാദവന്മാരോട് ഒക്കെ നന്ദഗോപാദികളോടൊക്കെയുള്ള ക്രോധമായിട്ട് മാറുകയാണ്. താൻ പൂർവജന്മത്തിൽ കാലനേമി ആയിരുന്നു എന്നും അന്ന് മഹാവിഷ്ണുവിനാൽ ആണ് താൻ കൊല്ലപ്പെട്ടത് എന്നും ഇപ്പോൾ
ആ ദേവകിയെ വിവാഹം ചെയ്തിട്ടുള്ള വസുദേവൻ ദേവാംശമാണ് എന്നുമൊക്കെ കംസന് ബോധ്യപ്പെട്ടു. സദേവകീ സൂനുമരം ജഘാന കാരാഗൃഹേ താം പതിമപ്യബധ്നാൽ തയോസുതാൻ ഷഡ്ഖലു ജാതമാത്രാൻ ഹത്വാ കൃതം സ്വം ഹിതമേവ മേനേ. അധികം താമസിയാതെ ആ ദേവകീദേവിയിൽ ജനിച്ച ആദ്യപുത്രനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആ കുട്ടിയെ നിഷ്കരുണം കൊല്ലുകയാണ് ചെയ്തത് കംസൻ. ദേവകീ വസുദേവന്മാരെ വീണ്ടും കാരാഗൃഹത്തിൽ ബന്ധിപ്പിച്ചു. തുടർന്ന് അവർക്ക് ജനിച്ച 6 പുത്രന്മാരെയും കംസൻ നിഗ്രഹിച്ചു. ഇങ്ങനെ ഈ ബാലഹത്യ, ശിശുഹത്യ ചെയ്യുന്നതുകൊണ്ട് തൻ്റെ ആപത്തുകൾ നീങ്ങുമെന്ന് കംസൻ വിശ്വസിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ മാ ജാതു പാപം കരവാണി ദേവി മമാസ്തു സത്കർമ്മരതി പ്രിയസ്തേ ഭവാനി ഭക്തം കുരു മാം നമസ്തേ. ഇത്രയും ആ പുരാണ കഥയുടെ ഭാഗമായിട്ടുള്ള വർണ്ണനയെ ചെയ്തതിന് ശേഷം ദേവകീ പുത്രവധം വർണ്ണിച്ചുകൊണ്ട് ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് ഒക്കെ ഏതൊരുവനും ചെയ്യേണ്ടത് ആണ് ചെയ്യുന്നത് എങ്കിൽ സദ്ഗതി ഉണ്ടാവും. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഉദ്ഗതി ഉണ്ടാവില്ല, അധോഗതിയും ഉണ്ടാവില്ല. എന്നാൽ അരുതാത്തത് ചെയ്യാൻ പാടില്ലാത്തതിനെ ചെയ്താൽ അധോഗതിയാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള നിഷിദ്ധ കർമാചരണത്തിനെയാണ് പാപമെന്ന് പറയുക. ശരീരം കൊണ്ടും ഇന്ദ്രിയാദികളെ കൊണ്ടും പാപകർമ്മങ്ങൾ ചെയ്യാൻ തോന്നരുതേ, അങ്ങനെ ഒരു അബദ്ധം തനിക്ക് സംഭവിക്കരുതേ എന്നാണ് ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുന്നത്. ഇതിന്റെ ജന്മസാഫല്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ദേവിക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി പ്രണമിക്കുന്നു, നമസ്കരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ 20-ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവ്യേ നമഃ.